സാമൂഹ്യ പ്രശ്നങ്ങളിലെ ഇടത് വലത് ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഇനി അനുവദിക്കില്ലെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ്. PSC നിയമന അട്ടിമറി, ശബരിമല സ്വർണ്ണക്കവർച്ച, സർവകലാശാലകളിലെ അഴിമതി തുടങ്ങിയ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിഷേധം തുടരും. തുടർഭരണം ഉണ്ടാകില്ല എന്ന് ബോധ്യമായതോടെയുണ്ടായ അങ്കലാപ്പാണ് ഇടതുമുന്നണിക്കെന്ന് മനുപ്രസാദ് വിമർശിച്ചു. പരസ്പരം തലോടിയും പാലൂട്ടിയുമാണ് ഇടതുവലതു മുന്നണികൾ കേരളം ഭരിച്ചത്. സാമൂഹിക വിഷയങ്ങളിൽ ഇരുമുന്നണികളും തുടരുന്ന മൃദു സമീപനം ഇനി അനുവദിക്കാനാവില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ഇരുമുന്നണികളെയും ചോദ്യം ചെയ്യാൻ കരുത്തുള്ള അംഗങ്ങളുടെ സാന്നിധ്യം നിയമസഭയിലുണ്ടാകുമെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് പറഞ്ഞു. ഇടതുപക്ഷം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന സമയത്ത് കോൺഗ്രസും UDF സഹായിക്കുകയും UDF ഭരണപക്ഷത്ത് വരുന്ന സമയത്ത് LDF അതിന് സഹായം ചെയ്യുകയും ചെയ്യുന്ന ഒരു സമീപനം ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ മുന്നോട്ട് പോകുന്നു. UDFിൻ്റെ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്താനുള്ള പരിശ്രമങ്ങൾ നടത്താറുണ്ട്. കോൺഗ്രസും ഇത് ചെയ്യുന്നതാണ്. ഇടതുപക്ഷവും പ്രത്യേകിച്ച് LDFും പ്രത്യേകിച്ച് CPMൻ്റെ സഖാക്കളെ കുത്തിത്തിരിക്കാനുള്ള സമീപനമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിന് സഹായവും ഒത്താശയും ചെയ്യുന്നൊരു സമീപനം അവർ കാണുന്നുണ്ട്. പക്ഷേ ഇനി വരാൻ പോകുന്ന കേരളത്തിലെ നിയമസഭ അങ്ങനെ ആയിരിക്കില്ല എന്ന തിരിച്ചവർക്കുണ്ട്. കാരണം കേരളത്തിൽ NDA വലിയ സ്വാധീനമായി കഴിഞ്ഞു. ഈ വരാൻ പോകുന്ന നിയമസഭയ്ക്കുള്ളിൽ അങ്ങനെ ഏകപക്ഷീയമായ തീരുമാനങ്ങളെടുത്ത് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവില്ല. പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന നാളുകളിൽ അനധികൃതമായി നിയമനം നൽകി പാർട്ടിക്കാരെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്ന നിലപാട് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളോടുള്ള വഞ്ചനയാണ്. ശബരിമല സ്വർണ്ണ കവർച്ചയും അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു. കേരളത്തിലെ സർവകലാശാലകളിൽ ഇടതു വിദ്യാർത്ഥി നേതാക്കളുടെ നേതൃത്വത്തിൽ അഴിമതിയാണ്. ഈ വിഷയങ്ങളിൽ യുവമോർച്ച വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിഷേധം നയിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഈ പരമാവധി പണം കക്കുക എന്നുള്ള സമീപനത്തുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. അതിനെ തുടർന്ന് ക്ഷേത്രങ്ങൾ മുഴുവൻ കക്കുന്നു. തിരുവല്ല പരശുരാമസ്വാമി ക്ഷേത്രത്തിലെ വാർത്തകൾ ഇന്നലെ പുറത്തു വന്നിരിക്കുന്നു. ശബരിമലയിലെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേടുകൾ പുറത്തു വന്നിരിക്കുന്നു. സർവകലാശാലകളിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുന്നതിന്, പണം അടിച്ചു മാറ്റുന്നതിനുള്ള സമീപനം കുട്ടി സഖാക്കളെ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സർവ്വ മേഖലകളെയും നശിപ്പിച്ച് കേരളത്തിൻ്റെ പൊതു സംവിധാനങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി കേരളത്തിലെ യുവാക്കളെ തെരുവിലലയാൻ വിട്ട ഒരു ഗവൺമെൻറ്റായി കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെൻറ് മാറിയിരിക്കുകയാണ്. കേരള സർക്കാരിന് കീഴിലുള്ള വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ബോർഡുകളിലും ഇഷ്ടക്കാരെ തിരുകി കയറ്റാൻ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നു. കൊച്ചി GCDAയിലെ അനധികൃത നിയമനങ്ങൾക്കെതിരെ യുവമോർച്ച മാർച്ച് നടത്തിയിരുന്നു. ജനം, കൊച്ചി.